ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുറത്ത് നല്ല കാറ്റാ, അതുകൊണ്ടായിരിക്കും. കാറ്റടിച്ച് വീണതല്ലേ. അതിന് ആന്റി എന്തിനാ എത്ര വിഷമിക്കുന്നത്? നാളെ നമുക്കിത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. എന്റെ മുഖം എന്തോ പറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഫോട്ടോ താഴെ വീണ് ഉടയത്തില്ല. അതിന് കാരണക്കാരി നീ തന്നെയല്ലേ? കഴിഞ്ഞതിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ കാര്യമാ. രാജീവേട്ടനുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഓ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. കൈ കിട്ടിയൊരു ജീവിതം ഒരിക്കൽ തട്ടിയെറിഞ്ഞ പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആവില്ല. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം. അത് എത്ര അടുപ്പമുള്ളവരായാലും ശരി. രാജീവേട്ടൻ എന്നെ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇഷ്ടമാ. പണ്ട് ജോലിയില്ലാത്തപ്പോ നിനക്കും അവന് താല്പര്യമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്തു പറ്റി? നിന്റെ താല്പര്യമില്ലായ്മ കൊണ്ടാ ഞങ്ങൾക്കും ആ ബന്ധം താല്പര്യമില്ലാതായത്. അറിയാലോ നിനക്ക്. അത് അന്നത്തെ കാര്യമല്ലേ. ഇപ്പൊ എനിക്ക് പ്രായം എത്ര ആയെന്ന അമ്മയുടെ വിചാരം. ഇപ്പോഴെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ ഭാവി എന്താവും? നിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഗോകുലിന്റെയും സമൃദ്ധയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ നിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റൂ. അതിനു മുമ്പ് ആലോചിച്ച എന്താ കുഴപ്പം? അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ എത്ര നിർബന്ധിച്ചാലും എനിക്കിതേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റു പലതും പറയേണ്ടി വരും. അറിയാവുന്ന രഹസ്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാലോ. ഒന്നും മിണ്ടാതിരിക്കടി. അവളെങ്ങാനും കേട്ടാലുണ്ടല്ലോ അതോടെ തീരുവല്ല. ആ പേടി എപ്പോഴും അമ്മയുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് എന്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ട് മതി, ബാക്കിയല്ല. നിനക്ക് നിർബന്ധമാണെങ്കിൽ രാജീവിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഗോകുലിനോട് സംസാരിക്കാം. പക്ഷേ ആദ്യം ഗോകുലും സമൃദ്ധയും ഒന്നിക്കണം. അവരിപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ ജീവിക്കുന്നേ? പിന്നെന്താ പ്രശ്നം? അവര് തമ്മിൽ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ചാ മതിയോ? അത് നമ്മളല്ലല്ലോ, അവരല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മ അവരോട് സ്ട്രോങ് ആയിട്ട് കാര്യം പറയണം. എന്ത്, ഇനിയും കല്യാണം കഴിക്കണമെന്നോ? അതെങ്ങനെ പറയാൻ പറ്റും? കല്യാണം കഴിക്കണമെന്ന് പറയണ്ട. പക്ഷേ അവര് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നതിന് എന്ത് വേണോന്ന് അമ്മ തന്നെ ഒരു വഴി ആലോചിച്ച് കണ്ടെത്തണം. ഞാൻ എത്ര ആലോചിച്ചിട്ടും എന്ത് വേണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർച്ചകളും നേർന്നു. എങ്ങനെയെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. ഒരു ദിവസമെങ്കിലും അവര് ഭാര്യ ഭർത്താക്കന്മാരായി ഒരു മുറിയിൽ ഉറങ്ങിയാൽ അതോടെ എല്ലാം ശരിയായിക്കോളും. അത്രയുള്ള പ്രശ്നം. ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തി തരാം. അമ്മ ടെൻഷൻ അടിക്കണ്ട, അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. എന്തു വഴി? അവര് തമ്മില് ഒരു മുറിയിൽ ഉറങ്ങാനുള്ള വഴി. അതെന്താണെന്നല്ലേ ചോദിച്ചത്? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ളതല്ല. അധികം താമസിക്കാതെ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഒരു ദിവസം രാവിലെ അമ്മ എഴുന്നേൽക്കുമ്പോ ഗോകുലിന്റെ മുറിയിന്ന് അവൾ ഇറങ്ങി വരുന്നത് കണ്ട് അമ്മ കണ്ണു മിഴിച്ചു നിൽക്കും. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഈശ്വര, എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു.
പറ്റി ആന്റി? ദേ മോളെ കണ്ടില്ലേ അച്ചിമോളുടെ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞത്. പുറത്ത് നല്ല കാറ്റാ, അതുകൊണ്ടായിരിക്കും. കാറ്റടിച്ച് വീണതല്ലേ. അതിന് ആന്റി എന്തിനാ എത്ര വിഷമിക്കുന്നത്? നാളെ നമുക്കിത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. എന്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഫോട്ടോ താഴെ വീണ് ഉടയത്തില്ല. അതെ, ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ താഴെ വീണ് ഉടയുന്നത് അവർക്കെന്തോ അപകടം പറ്റുമ്പോഴാണെന്നാ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്റെ ഈശ്വര, എന്താ ആന്റി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങളല്ലേ. ആരുടെയെങ്കിലും കൈ തട്ടിയാലോ കാറ്റടിച്ചാലോ ഇനിയൊരു സാരിത്തുമ്പ് തൊട്ടാലും മതി, ചിലപ്പോ ഇതൊക്കെ വീണുടയാൻ. അതിന് ഇത്ര മാത്രം വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല മോളെ, എത്ര നാളായി അവളെ കാണാതായിട്ട്. ഇതുവരെ ഈ ഫോട്ടോ ഇങ്ങനെ താഴെ വീണ് ഉടഞ്ഞിട്ടില്ലല്ലോ.